പെൻഷനേഴ്സ് യൂണിയൻ്റെ ബഹുമാന്യരായ സംസ്ഥാന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട പ്രതിനിധി സഭ, കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ അഭാവത്തിലാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം എന്നിൽ വന്നുചേർന്നു. സ്വാഭാവികമായി ഈ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യണം എന്ന ഉദ്ദേശത്തിലല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നിരുന്നാലും ഇതൊരു ഒഴിവാക്കാൻ പറ്റാത്തൊരു ചടങ്ങെന്ന നിലയിലാണ് ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. തീർച്ചയായും സമ്മേളനത്തിൻ്റെ ഏറ്റവും കാതലായ വശം ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന റിപ്പോർട്ടും അതുപോലെ നിങ്ങളുടെ സർഗാത്മകമായിട്ടുള്ള ചർച്ചകളുമായിരിക്കും ഈ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. അടുത്ത ദിവസം നടക്കാൻ പോകുന്ന നമ്മുടെ കരുത്ത് തെളിയിക്കുന്ന നിങ്ങളുടെ ശക്തിപ്രകടനവുമെല്ലാം ഈ സമ്മേളനത്തെ മാറ്റുകൂട്ടുന്ന പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കണക്കാക്കുകയാണ്. നമ്മുടെ ഈ സംഘടന കേരളത്തിലെ സർവീസ് മേഖലയിലെ ഏറ്റവും കരുത്തുറ്റ ഒരു സമരൈക്യ പ്രസ്ഥാനമാണ് എന്ന് നമുക്കെല്ലാവർക്കും തിരിച്ചറിയുന്നു. കേരളത്തിലെ ഏത് ഗവൺമെൻറ്റുകൾ വന്നാലും ആ ഗവൺമെൻറ്റിൻ്റെ ജനോപകാരപ്രദമായ നടപടികളെല്ലാം അതിൻ്റെ ബന്ധപ്പെട്ട ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ സർക്കാർ ഭരണയന്ത്രത്തിൻ്റെ ഭാഗമായി വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ്, അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും. തീർച്ചയായും നമ്മൾ പെൻഷൻ കെട്ടിയതിന് ശേഷമാണെങ്കിലും ഏത് സർക്കാരാണെങ്കിലും ആ സർക്കാരിനോടുള്ളൊരു ആഭിമുഖ്യം പുലർത്തുകയും കേരളത്തിൻ്റെ സാമൂഹ്യമായ മുന്നേറ്റങ്ങളിലും പുരോഗതിയിലും മാറി മാറി വരുന്ന എല്ലാ ഗവൺമെൻറ്റുകളോടും ഐക്യപ്പെട്ടു നമുക്ക് ചുറ്റുപാടും ഉയർന്നു വരുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ ഈ സമൂഹത്തിൻ്റെ പൗരം എന്ന നിലയിൽ അതെല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KSSPU എന്ന് അറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നേരിടുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ പെൻഷൻ പറ്റിയെങ്കിലും നമ്മൾ നേരിടുന്ന ആവശ്യകതകളും സാമൂഹ്യമായി നമുക്ക് ലഭിക്കേണ്ട പരിഗണനയുടേതുമായ ധാരാളം പ്രശ്നങ്ങളെ നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. ഞാൻ നിങ്ങളുടെ സംഘടനയുടെ ചരിത്രത്തിൻ്റെ പേജുകളിൽ ആദ്യ പേജുകൾ ഓടിച്ചു നോക്കിയപ്പോൾ നമ്മൾ ഇന്ന് പെൻഷൻകാരായിട്ടുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളതിൻ്റെ ഒരു രേഖാചിത്രം അതിൻ്റെ തുടക്കത്തിലുണ്ട്. ഇന്നത്തേതുപോലെ പെൻഷൻ ആനുകൂല്യങ്ങളും അതുപോലെ പെൻഷൻ പരിഷ്കരണവും അതുപോലുള്ള മുദ്രാവാക്യങ്ങളെല്ലാം അലയടിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലുള്ള ആവശ്യങ്ങളെല്ലാം ബന്ധപ്പെട്ട സർക്കാരുകളുടെ കാലത്ത്, രാജവാഴ്ചയുടെ കാലത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അന്നെല്ലാം കരമൊഴിവാക്കിയ ഭൂമി നൽകിയും ധാന്യങ്ങൾ നൽകുകയും നമ്മളെ സഹായിക്കുന്ന ഗവൺമെൻറ്റുകൾ കേരളത്തിലുണ്ടായതിൽ അതിൽ പരാമർശിച്ചുകൊണ്ടാണ് ആ പുസ്തകം ആരംഭിക്കുന്നത്. മുഴുക്കെ വായിച്ചില്ല, ഇനിയിപ്പോൾ സമാനമായി ലഭിച്ചതാണ്. അപ്പോൾ അത്രയും സവിശേഷമായ ഒരു ചരിത്രത്തിൽ നിന്നാണ് കേരളത്തിലെ സർക്കാർ മേഖലയിലെ ജീവനക്കാരുടെ, പെൻഷൻകാരുടെ ചരിത്രം ആരംഭിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നിങ്ങൾ നേരിടുന്ന ധാരാളം പ്രശ്നങ്ങളിൽ രംഗത്തുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ആ പ്രശ്നങ്ങളോടെല്ലാം അതിനൊരു പരിഹാരം എന്ന നിലയിൽ നിർദ്ദേശിക്കാൻ ഞാൻ ചുമതലപ്പെട്ട ഒരാളല്ല. കാരണം അത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രിമാർ നടത്തേണ്ട ഒരു മേഖലയാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാക്കണം, ഈ ഗവൺമെന്റ് നമ്മുടെ ഈ മേഖലയിൽ, പെൻഷൻകാരുടെ മേഖലകളിൽ നമ്മുടെ സാക്ഷാ പരിഷ്കരണത്തെ സംബന്ധിച്ചെല്ലാമുള്ള സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 2024 മുതൽ അത് നടപ്പാക്കേണ്ട പ്രശ്നങ്ങളായി നമ്മുടെ മുന്നിലുണ്ട്. പെൻഷൻ പറ്റിയ ജീവനക്കാരുൾപ്പെടെ, പെൻഷൻ മാറ്റാത്ത സർവീസിലുള്ള ജീവനക്കാരുൾപ്പെടെയുള്ള
ആളുകൾക്ക് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് നടപ്പാക്കുന്ന വെടിസെറ്റുപോലുള്ള മഹത്തായ പരിപാടികൾ നമുക്ക് കേരളത്തിൽ മാത്രം ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. അത് കൂട്ടുപിടിച്ച് ഇവിടെയും ആ തരത്തിൽ മതവിശ്വാസങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പരിഗണിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഇന്ത്യക്കാർക്കുള്ള നിലയിൽ നമ്മുടെ സമാധാനവും അതുപോലെ തന്നെ സാമൂഹ്യ അന്തരീക്ഷവുമെല്ലാം നന്നായി നിൽക്കാനും എല്ലാവരെയും ഐക്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും നമുക്കുണ്ടാകും. പകൽക്കാലമുണ്ടായ ഈ ആക്രമണം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നു. ആ ചോദ്യങ്ങൾ ഇപ്പോൾ ശക്തമായി ഉന്നയിക്കേണ്ട ഒരു സന്ദർഭമല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ ശക്തമായി ചില കാര്യങ്ങൾ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഉയർത്തേണ്ടി വരും. നമുക്കറിയാം, ജമ്മു ആൻഡ് കാശ്മീരിൽ ഭരണഘടന നൽകുന്ന 370 വകുപ്പ് നൽകുന്ന അതിൻ്റെ ആനുകൂല്യങ്ങൾ, അതിൻ്റെ സംരക്ഷണം എടുത്ത് കളഞ്ഞതിന് ശേഷമുള്ള കാശ്മീരിലുണ്ടായിരുന്ന അവസ്ഥ നമുക്കറിയാം. അവിടുത്തെ സാമൂഹ്യ ജീവിതം, അവിടുത്തെ സാമ്പത്തിക ക്രമങ്ങളെല്ലാം തകരാറിലാവുകയുണ്ടായി. ഏതാണ്ട് 1 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഓരോ കിലോമീറ്ററിലും സുരക്ഷാ ഭടന്മാരുടെ സാന്നിധ്യത്തോടുകൂടി മാത്രമേ നമുക്ക് അതുവഴി കടന്നു പോകാൻ കഴിയുമായിരുന്നു. ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അക്രമം നടക്കുന്ന സന്ദർഭത്തിൽ എന്താണ് സംഭവിച്ചത്? സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹമുണ്ട്. അക്രമകാരികളുടെ ലക്ഷ്യം എന്തായിരുന്നു? അവർക്ക് മതപരമായ പിന്തുണ അവർക്കുണ്ടായിരുന്നു. ഏതെങ്കിലും രാജ്യങ്ങളുടെ പിന്തുണയും എല്ലാം ഉണ്ടായിരുന്നു എന്നെല്ലാമുള്ള ചോദ്യങ്ങളുണ്ട്. ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് സാർവദേശീയ രാഷ്ട്രബന്ധങ്ങളിൽ പോലും പലതരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ധീരമായ നടപടികളും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ റിട്ടയർ ചെയ്ത വ്യക്തിത്വങ്ങളാണെങ്കിലും നമ്മൾ കേരളീയ സമൂഹത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിലെ ഗവൺമെന്റ് തീർച്ചയായും നിങ്ങൾക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഇപ്പോഴത്തെ ഗവൺമെന്റ്, ഈ ഗവൺമെന്റിന്റെ കാലയളവിലും റിട്ടയർ ചെയ്യപ്പെട്ടിട്ടുള്ള ധാരാളം ആളുകൾ തീർച്ചയായും എൻ്റെ മുമ്പിലുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോഴത്തെ കേരള ഗവൺമെന്റ് നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും ബദൽ മാതൃകകൾ അവതരിപ്പിക്കുന്ന കാര്യത്തിലും അത്ഭുതകരമായിട്ടുള്ള ഒരു മാതൃകയാണെന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ തന്നെ നേരിട്ടുള്ള വാക്കുകളിൽ കേൾക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി ആ ഭാഗവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കണമെന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് അങ്ങേയറ്റം സാമ്പത്തികമായ ചില പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടാണ്. എല്ലാ പ്രശ്നങ്ങളെയും യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാണാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ കരുതുകയാണ്. പരിമിതമായ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ നമ്മുടെ വിഭവങ്ങൾ മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിൽ ചെന്നു ചേരുകയും വളരെ പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ മാത്രമാണ് നമുക്ക്. ഒറ്റ രാജ്യം ഒറ്റ നികുതി എന്നുള്ള ആശയം ഫലപ്രദമായി ഇവിടെ നടന്ന സന്ദർഭത്തിൽ തീർച്ചയായും നമ്മുടെ വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുകയുണ്ടായി. നമുക്ക് ലോട്ടറിയിലും അതുപോലെ മദ്യത്തിലും ഉൾപ്പെടെ മാത്രം അല്പം നികുതി വർദ്ധിപ്പിക്കാനായിട്ടുള്ള സാധ്യതകൾ മാത്രമാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. GST നടപ്പാക്കിയതോടുകൂടി ധാരാളം നമ്മുടെ സമ്പത്ത് കേന്ദ്ര ഗവൺമെന്റിൽ കേന്ദ്രീകരിക്കുന്ന സ്ഥിതി ഉണ്ടായി. നമുക്ക് അർഹതപ്പെട്ട വ്യവസായ നിക്ഷേപങ്ങളോ അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളോ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നമുക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങളും അതിൻ്റെ പങ്കുമെല്ലാം യഥാസമയം കിട്ടുന്നില്ല. ഒരു ശത്രു രാജ്യത്തിലെ ജനങ്ങളോട് പെരുമാറുന്നത് പോലെ കേന്ദ്ര ഗവൺമെന്റ് പെരുമാറുന്നുണ്ടോ എന്നുള്ള സംശയം നമുക്കുണ്ട്. ആ തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് നടുവിലാണ് നമ്മുടെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നതെങ്കിലും ആ ഗവൺമെന്റ് അതിൻ്റെ ആദ്യത്തെ 5 വർഷം പിന്നിട്ട് അതിൻ്റെ 2ാമത്തെ ഊഴത്തിൽ 4ാം വാർഷികത്തിലേക്ക് കടക്കുന്ന അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങളാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന നാളുകളിലാണ് നമ്മുടെ കേരളത്തെ